ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഓരോ പുസ്തകങ്ങളെയും ആഴത്തിൽ അടുത്തറിയാൻ നാം ഏവരെയും സഹായിക്കുന്ന ഈ തിരുവചന പഠന പരമ്പരയിലേക്ക് ഗുഡ്നസ് ടി വിയുടെ മാന്യപ്രേക്ഷകരായ നിങ്ങൾക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ മഹാനായ ദാവീദ് രാജാവിനും സോളമനും ശേഷം രാജ്യം വിഭജിതമായി വടക്ക് 10 ഗോത്രങ്ങൾ ചേർന്ന് ഇസ്രായേൽ എന്ന ഒരു രാജ്യവും തെക്ക് യൂദാ ഗോത്രവും ബെഞ്ചമിൻ ഗോത്രവും ചേർന്ന് യൂദയ എന്ന ഒരു രാജ്യവും ഉണ്ടായി എന്ന് നമുക്കറിയാം. ഇപ്രകാരം രാജ്യം വിഭജിതമായതിന് ശേഷം ഉള്ള ചരിത്രത്തിൽ ഇസ്രായേലിൻ്റെ ചരിത്രവുമായി ചേർന്ന് പോകുന്ന ഒരു സെക്കുലർ ഹിസ്റ്ററി കൂടി ഉണ്ട്. സാമ്രാജ്യങ്ങളുടെ ചരിത്രം. ഇതിൽ ആദ്യമായി കടന്നു വരുന്നത് അസീറിയക്കാരാണ്. അസീറിയക്കാർ വലിയ പ്രബലമായ ഒരു സാമ്രാജ്യമായിരുന്നു. 722 BC-യിൽ അസീറിയക്കാരാണ് വടക്ക് ഭാഗത്തെ ഇസ്രായേൽ എന്ന രാജ്യത്തെ തകർത്ത് കളഞ്ഞത്. അസീറിയക്കാർക്ക് ശേഷം പിന്നീട് ഭരണത്തിലേക്ക് കടന്നു വരുന്നത് ബാബിലോൺ സാമ്രാജ്യമാണ്. ബാബിലോണിലെ അറിയപ്പെടുന്ന നെബുക്കദ്നെസ്സാർ എന്ന രാജാവിൻ്റെ കാലത്താണ് ജെറുസലേമിലെ ദേവാലയം അഗ്നിക്കിരയാക്കുകയും ദേവാലയ നഗരമായിരുന്ന ജെറുസലേമിനെ തകർത്ത് കളയുകയും ചെയ്തുകൊണ്ടുള്ള ബാബിലോൺ പ്രവാസം ആരംഭിക്കുന്നത്. അസീറിയക്കാർക്കും ബാബിലോൺകാർക്കും ശേഷം പിന്നീട് ഉദയം ചെയ്ത് കടന്നു വന്ന മഹത്തായ മൂന്നാമത്തെ സാമ്രാജ്യം മേദിയ പെർഷ്യ സാമ്രാജ്യമായിരുന്നു. പേർഷ്യൻ എംപയർ എന്ന പേരിൽ അറിയപ്പെടുന്ന മേദിയ പെർഷ്യ സാമ്രാജ്യം. ഈ സാമ്രാജ്യത്തിലെ അറിയപ്പെടുന്ന ഒരു രാജാവായിരുന്ന സൈറസിൻ്റെ കാലത്ത് യഹൂദർക്ക് മതസ്വാതന്ത്ര്യവും സ്വന്തം നാട്ടിലേക്ക് തിരികെ പോകാനുള്ള അവസരവും അനുമതിയും ലഭിക്കുന്നുണ്ട്. അസീറിയൻ സാമ്രാജ്യത്തിന് ശേഷം ബാബിലോണിയൻ സാമ്രാജ്യം, ബാബിലോണിയൻ സാമ്രാജ്യത്തിന് ശേഷം മേദിയ പേർഷ്യ സാമ്രാജ്യം, മേദിയ പേർഷ്യ സാമ്രാജ്യത്തിനും ശേഷം കടന്നു വന്ന ലോക സാമ്രാജ്യ ശക്തിയായിരുന്നു മഹാനായ അലക്സാണ്ടറിൻ്റെ നേതൃത്വത്തിൽ യുദ്ധവിജയം നേടിക്കൊണ്ട് അതിവേഗത്തിൽ കടന്നു വന്ന യവന സാമ്രാജ്യം. പക്ഷേ അകാലത്തിൽ മഹാനായ അലക്സാണ്ടർ മരണമടയുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന 4 ജനറൽമാരിലേക്ക് ഭരണം നൽകപ്പെടുന്നു. 4 ഭാഗങ്ങളിലിരുന്നു കൊണ്ട് ലിസിമാക്കോസ്, കസാണ്ടർ, സെലൂക്കസ്, ടോളമി എന്നീ 4 ജനറൽമാരുടെ നേതൃത്വത്തിൽ വിശാലമായ യവന സാമ്രാജ്യം, ഗ്രീക്ക് എംപയർ 4 ഭാഗങ്ങളായി തിരിച്ച് ഭരണം തുടരുകയാണ്. യവന സാമ്രാജ്യത്തിനും ശേഷം ചരിത്രപഥത്തിലേക്ക് കടന്നു വരുന്ന വലിയ ഒരു വിശ്വശക്തിയായിരുന്നു റോമ സാമ്രാജ്യം. മക്കബായരുടെ 1-ാം പുസ്തകത്തിൻ്റെ 8-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈ റോമ സാമ്രാജ്യത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ നിറയുന്നത്. മക്കബായരുടെ 1-ാം പുസ്തകത്തിൻ്റെ 8-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള തിരുവചന ഭാഗത്ത് റോമ സാമ്രാജ്യത്തെക്കുറിച്ച് മക്കബായ ഗ്രന്ഥകാരൻ അങ്ങേയറ്റം വിവരിച്ച് വർണ്ണിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ റോമ സാമ്രാജ്യത്തെക്കുറിച്ച് മക്കബായ ഗ്രന്ഥകാരൻ പറയുന്ന കാര്യങ്ങളോട് ചേർത്ത് അല്പം കൂടി പറഞ്ഞ് നമുക്ക് ഇന്നത്തെ
ഈ ക്ലാസ് ആരംഭിക്കാം. യൂദാസ് മക്കബേയൂസ് എന്ന മക്കബായരുടെ പോരാളി, മക്കബായരുടെ നേതാവ്, അദ്ദേഹം റോമാ സാമ്രാജ്യത്തെപ്പറ്റി കേട്ടു. റോമാ സാമ്രാജ്യത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞു. റോമാ സാമ്രാജ്യമായിരിക്കും ഇനിയുള്ള നാളുകളിൽ ലോകത്തെ ഭരിക്കാൻ പോകുന്ന ശക്തി എന്ന് തിരിച്ചറിഞ്ഞ് റോമാ സാമ്രാജ്യവുമായി ഒരു സഖ്യത്തിൽ ഏർപ്പെടാൻ ഉള്ള ശ്രമം മക്കബായർ നടത്തുകയാണ്. റോമാക്കാരുടെ കീർത്തിയെപ്പറ്റി യൂദാസ് കേട്ടു എന്ന് തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട്. എന്നാൽ എപ്രകാരമാണ് യൂദാസ് മക്കബേയൂസ് റോമാക്കാരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞത് എന്ന് മക്കബായ ഗ്രന്ഥകാരൻ വ്യക്തമാക്കുന്നുമില്ല. തീർച്ചയായും അക്കാലത്ത് ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്ന റോമാ സാമ്രാജ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ മക്കബായരുടെ ചെവിയിലും എത്തിയിരുന്നു എന്ന് അനുമാനിക്കുന്നതിൽ തെറ്റില്ല. തുടർന്ന് അക്കാലത്ത് റോമാക്കാർ ഇതിനകം കീഴടക്കിയ നഗരങ്ങളുടെയും ദേശങ്ങളുടെയും പട്ടിക ഇവിടെ കൊടുത്തിരിക്കുകയാണ്. അതിലാദ്യത്തേത് ഗലാത്യ എന്ന സ്ഥലമാണ്. ഈ ഗലാത്യ എന്നത് വടക്കേ ഇറ്റലിയിലെ ഗൗൾ എന്ന സ്ഥലത്തിൻ്റെ മറ്റൊരു പേരായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്നാണ് പൊതുവിൽ പണ്ഡിതരുടെ മതം. BC 200 ആവുമ്പോഴേക്കും റോമാക്കാർ ഈ ഗൗൾ എന്ന ഗലാത്യയെ പിടിച്ചടക്കിയിരുന്നു. അവർ നടത്തിയ യുദ്ധങ്ങളെക്കുറിച്ചും ഗലാത്യർക്കിടയിൽ ചെയ്ത വീരകൃത്യങ്ങളെക്കുറിച്ചും ഗലാത്യരെ പരാജിതരാക്കി കപ്പം ഈടാക്കിയതിനെക്കുറിച്ചും ആളുകൾ അവനോട് പറഞ്ഞു എന്ന് പറയുന്നതിലെ ഗലാത്യർ വടക്കേ ഇറ്റലിയിലെ ഗൗൾ നിവാസികളാണ് എന്ന് നമുക്ക് അനുമാനിക്കാം. മറ്റൊരു വിഭാഗം ആളുകളെക്കുറിച്ച് പറയുന്നത് സ്പെയിൻ ദേശത്തെക്കുറിച്ചാണ്. സ്പെയിൻ ദേശത്തെ വെള്ളിയും സ്വർണ്ണഖനികളും കൈവശപ്പെടുത്താൻ അവർ അവിടെ എന്ത് ചെയ്തെന്നും സ്ഥലം വിദൂരത്തായിരുന്നിട്ടും തങ്ങളുടെ ക്ഷമാപൂർവമായ ആസൂത്രണങ്ങൾ വഴി അവർ ആ പ്രദേശം മുഴുവൻ എങ്ങനെ കീഴ്പ്പെടുത്തിയെന്നും അവൻ അറിഞ്ഞു. അതായത് ഹിസ്പാനിയയിലെ റോമൻ അധിനിവേശത്തിൻ്റെ വിവരണം ഏതാനും വാക്കുകളിലൂടെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇറ്റലിയുടെ പ്രധാന ഭാഗങ്ങൾ, അതും കടന്ന് ഹിസ്പാനിയയുടെ പ്രധാന ഭാഗങ്ങളിലേക്കും അക്കാലത്ത് റോമക്കാർ തങ്ങളുടെ അധികാരം സ്ഥാപിച്ച് കഴിഞ്ഞിരുന്നു. അതിനുശേഷം റോമൻ രാഷ്ട്രീയ വ്യവസ്ഥ അഥവാ റോമൻ ഭരണത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു വിവരണം നൽകിയിട്ടുണ്ട്. വളരെ മനോഹരമായ രീതിയിലാണ് അത് നൽകിയിട്ടുള്ളത്. അവരിൽ ഒരുവനും പ്രതാപം കാണിക്കാൻ കിരീടം ധരിക്കുകയോ ചെങ്കുപ്പായം അണിയുകയോ ചെയ്തിരുന്നില്ല. അവർ തങ്ങൾക്കായി ഒരു ആലോചന സംഘത്തിന് രൂപം കൊടുത്തു. ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ഭരണം നൽകാൻ 320 പ്രമാണികൾ ദിനംപ്രതി മുടക്കമില്ലാതെ കാര്യവിചാരണ നടത്തുന്നു. തങ്ങളെ ഭരിക്കാനും ദേശം മുഴുവൻ നിയന്ത്രിക്കാനും വർഷം തോറും അവർ ഒരാളെ ചുമതലപ്പെടുത്തുന്നു. അവൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നു. അവരുടെ ഇടയിൽ പകയോ അസൂയയോ ഇല്ല എന്നാണ് മക്കബായ ഗ്രന്ഥകാരൻ എഴുതിയിരിക്കുന്നത് ഇവരുടെ ഭരണനിർവഹണ രീതിയെക്കുറിച്ച്. റോമക്കാരുടെ ഭരണനിർവഹണ രീതിയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ തീർച്ചയായും ആദ്യമായി ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട ഒന്ന് സെനറ്റാണ്. സെനാത്തോ എന്ന് അറിയപ്പെടുന്ന റോമൻ സെനറ്റ്. ദൈനംദിന സെനറ്റ് യോഗങ്ങൾ, കൃത്യമായ കൂടിയാലോചനകൾ എന്നിവ റോമൻ ഭരണ സംവിധാനത്തിൻ്റെ മേന്മയായി ഇന്നും ആദരിക്കപ്പെടുകയും മറ്റും ചെയ്യുന്ന ഒന്നാണ്. റോമൻ സാമ്രാജ്യത്തിലുണ്ടായിരുന്ന മറ്റൊരു സെനറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന മറ്റൊന്ന് കൂട്ടായ തീരുമാനങ്ങളാണ്. രാജവാഴ്ചയിൽ കൂട്ടായ തീരുമാനങ്ങൾക്ക് സാധ്യതയില്ല. എന്നാൽ ഒരു റിപ്പബ്ലിക്കിൽ കൂട്ടായ തീരുമാനങ്ങൾ അങ്ങേയറ്റം പ്രസക്തമാണ് താനും. അതോടൊപ്പം ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന മറ്റൊരു കാര്യം,
വർഷത്തിൽ മാറുന്ന ഭരണ മാറ്റമാണ്, വാർഷിക നേതൃ കൈമാറ്റം. ഇത് റോമിൽ ഒരു കാലത്ത് നിലനിന്നിരുന്ന കോൺസൽഷിപ്പ് സമ്പ്രദായത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിൽ ഓരോ വർഷവും ഭരണാധികാരി മാറുന്നത് വഴി ഭരണത്തിൻ്റെ മികവ് ഉറപ്പാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അവസാനമായി മക്കബായ ഗ്രന്ഥകാരൻ ഇപ്രകാരം പറയുന്നുണ്ട്: ഇവരുടെ ഇടയിൽ അസൂയയും മത്സരവും ഇല്ലായിരുന്നു എന്ന്. അവരുടെ ഇടയിൽ പകയോ അസൂയയോ ഇല്ല. ഇത് ഒരുപക്ഷെ റോമൻ രാഷ്ട്രീയത്തിൻ്റെ അങ്ങേയറ്റം ആദർശവൽക്കരിച്ച ഒരു കാഴ്ചപ്പാടാണ്. റോമൻ സെനറ്റിനെക്കുറിച്ചും അതിനിടയിൽ നടന്ന പല കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ ബോധ്യം മക്കബായ ഗ്രന്ഥകാരന് ഇല്ലാതിരുന്നത് കൊണ്ടാണ്. കാരണം അവരുടെ ഇടയിലും പകയും മത്സരവും ഉണ്ടായിരുന്നു എന്നതാണ് ചരിത്ര സാക്ഷ്യം. അതോടൊപ്പം തന്നെ സെനറ്റിലെ അംഗസംഖ്യ 320 എന്ന് പറയുന്നതും ചരിത്രപരമായിട്ട് ശരിയായ വസ്തുതയല്ല. മക്കബായ ഗ്രന്ഥകാരന് കിട്ടിയ വിവരം അനുസരിച്ച് എഴുതിയിരിക്കുന്നതാകാനാണ് സാധ്യത. കാരണം റോമൻ സെനറ്റിൻ്റെ എണ്ണം 320 എന്ന ഇൻഫർമേഷൻ, എന്ന വിവരണത്തിൽ തെറ്റ് ഉണ്ടാകാനാണ് സാധ്യത. റോമൻ ഭരണ സംവിധാനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, അത് ഏതാണ്ടൊരു പിരമിഡ് സ്ട്രക്ചറിലായിരുന്നു അതിൻ്റെ ഭരണ സംവിധാനം പിന്നീട് നിലവിൽ വന്നത് എന്നുള്ളതാണ്. റോമ ഒരു സാമ്രാജ്യമായി തീർന്നപ്പോൾ, റോമ ഒരു റിപ്പബ്ലിക് എന്ന സ്ഥലത്ത് നിന്ന് പിന്നീട് ഒരു സാമ്രാജ്യമായി മാറുന്ന സമയത്ത് ഒരു പിരമിഡ് ആകൃതിയിലുള്ള ഒരു ഭരണ സംവിധാനമാണ് ഉണ്ടായിരുന്നത്. ആ പിരമിഡിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിലുണ്ടായിരുന്നത് ചക്രവർത്തിയായിരുന്നു, ദ എംപറർ. പിന്നീട് നമുക്കറിയാം സീസർ എന്ന പേര് സ്വീകരിക്കുന്ന റോമൻ ഭരണാധികാരി, റോമൻ ചക്രവർത്തി ആയിരുന്നു പരമാധികാരി. അതിന് താഴെ കൗൺസിലുകൾ, വകുപ്പ് അധ്യക്ഷന്മാർ, പ്രവിശ്യ ഭരണാധികാരികൾ എന്നിവരൊക്കെ കടന്നു വരുന്നുണ്ട്. ഇനി ഇക്കാലത്തെ സമൂഹത്തിലെ ഘടന അനുസരിച്ചാണെങ്കിലും സെനറ്റ് അംഗങ്ങൾ, 600ഓളം പേർ വരുന്ന സെനറ്റ് അംഗങ്ങൾ, അവരുടെ കുടുംബാംഗങ്ങൾ വലിയ ഉയർന്ന ഒരു സ്ഥാനം വഹിച്ചിരുന്ന ആളുകളാണ്. അതിന് താഴെ ഏതാണ്ട് 1800ഓളം വരുന്ന പ്രഭു കുടുംബങ്ങളും അവരുടെ കുടുംബാംഗങ്ങളും, തുടർന്ന് സ്വതന്ത്രരായ പൗരന്മാർ, പിന്നീട് അടിമകൾ, അതിൽ തന്നെ സ്വാതന്ത്ര്യമുള്ള അടിമകളും സ്വാതന്ത്ര്യമില്ലാത്ത അടിമകളും. ഇവരിൽ നിന്നൊക്കെയാണ് ഗ്ലാഡിയേറ്റർമാരൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ റോമിലെ സാമൂഹ്യ സംവിധാനം പോലും ഒരു പിരമിഡിക് സ്ട്രക്ചർ, ഒരു പിരമിഡിൻ്റെ ആകൃതിയിൽ ഉള്ള ഒന്നായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും റോമക്കാരെ വാനോളം പുകഴ്ത്തുന്ന മക്കബായരുടെ 1-ാം പുസ്തകത്തിൻ്റെ 8-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങളിൽ പ്രധാനമായിട്ടും പറയുന്ന 3 കാര്യങ്ങളാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തേത് റോമിൻ്റെ സൈനിക കാര്യക്ഷമതയും നയതന്ത്രപരമായ സഖ്യങ്ങളെക്കുറിച്ചുമാണ് ആദ്യം സൂചിപ്പിച്ചിരിക്കുന്നത്. രണ്ടാമതായി യൂദയായിൽ വരെ എത്തി നിൽക്കുന്ന റോമൻ സ്വാധീനത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. കാരണം അവരുടെ കീർത്തി യൂദയായിലും എത്തിയിരിക്കുന്നു. മൂന്നാമത്തേത് നയതന്ത്രത്തോടുള്ള, ഡിപ്ലോമസിയോടുള്ള യൂദാസ് മക്കബേയൂസിൻ്റെയും മക്കബായരുടെയും പ്രായോഗിക സമീപനവും നമുക്ക് ഈ വചനഭാഗത്ത് കാണാൻ സാധിക്കും. അങ്ങനെ അക്കാലത്ത് ഉയർന്നു വന്ന പുതിയ ലോകശക്തി റോമായിലേക്ക് ഒരു പ്രതിനിധി സംഘത്തെ, ഒരു ഡെലഗേഷനെ യൂദാസ് മക്കബേയൂസ് അയക്കുകയാണ്. ഇത് സംബന്ധിച്ച വിവരങ്ങൾ നമുക്ക് ഈ അധ്യായത്തിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 21 വരെയുള്ള വചനങ്ങളിൽ കാണാം. നമുക്കതൊന്ന് വായിക്കാം. റോമാക്കാരുമായി സൗഹൃദവും സഖ്യവും സ്ഥാപിക്കാനും അടിമത്തത്തിൽ നിന്ന് മോചനം നേടാനുമായി യൂദാസ് ആക്കോസിൻ്റെ പുത്രൻ യോഹന്നാൻ്റെ മകനായ
എവുപോളെമൂസിനെയും എലയാസറിൻ്റെ മകൻ ജാസനെയും തിരഞ്ഞെടുത്ത് റോമായിലേക്ക് അയച്ചു. ഗ്രീക്കുകാർ ഇസ്രായേലിനെ പൂർണ്ണമായും അടിമത്തത്തിലാഴ്ത്തുകയാണെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. അവർ ദീർഘയാത്ര ചെയ്തു റോമായിലെത്തി. ആലോചനാ സംഘത്തിൻ്റെ മുൻപാകെ അവർ ഇപ്രകാരം പറഞ്ഞു: മക്കബേയൂസ് എന്നുകൂടി വിളിക്കപ്പെടുന്ന യൂദാസും അവൻ്റെ സഹോദരന്മാരും യഹൂദ ജനവും കൂടി നിങ്ങളുടെ സ്നേഹിതരും സഖ്യത്തുള്ളവരുമായി ഞങ്ങൾ എണ്ണപ്പെടേണ്ടതിന് നിങ്ങളുമായി സമാധാന ഉടമ്പടി സ്ഥാപിക്കാൻ ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നു. ഈ അഭ്യർത്ഥന അവർക്ക് സ്വീകാര്യമായി. മക്കബായ പ്രതിനിധി സംഘം റോമായിലേക്ക് യാത്ര നടത്തുന്ന വിവരണം. ലക്ഷ്യം ഒന്ന് മാത്രമാണ്: റോമുമായി സൗഹൃദ സഖ്യം സ്ഥാപിക്കുക, രാജ്യത്തിൻ്റെ തൻ്റെ ജനത്തിൻ്റെ സുരക്ഷ അത് ഉറപ്പാക്കുക. റോമിലേക്കുള്ള ദൂതന്മാരായി ആക്കോസിൻ്റെ പുത്രൻ യോഹന്നാൻ്റെ മകനായ എവുപോളെമൂസിനെയും എലയാസറിൻ്റെ മകൻ ജാസനെയും തിരഞ്ഞെടുത്ത് അയച്ചു എന്നാണ് പറയുന്നത്. ഈ പ്രതിനിധി സംഘത്തിൻ്റെ തിരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വ്യക്തികൾ അറിയപ്പെടുന്ന പ്രമുഖ ഹെലനിസ്റ്റിക് യഹൂദ കുടുംബങ്ങളിൽ നിന്ന് ഉള്ളവരായിരുന്നു. യവന വിദ്യാഭ്യാസം സിദ്ധിച്ചവരായിരുന്നു. എന്നാൽ യഹൂദരുടെ അസ്തിത്വത്തെ ബലികഴിക്കുന്ന ഒരു കാര്യങ്ങളിലും ഏർപ്പെടാതിരുന്നവരുമായിരുന്നു. വളരെ വിദ്യാഭ്യാസപരമായി ഉയർന്ന തലത്തിലുള്ള ആളുകളാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര ചർച്ചകൾക്ക്, നയതന്ത്ര ബന്ധങ്ങൾക്ക് ഉള്ള സംവിധാനം ഒരുക്കുന്നതിനുള്ള കെൽപ്പ്, ശേഷി ഈ പ്രതിനിധി സംഘത്തിലെ വ്യക്തികൾക്കുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. മാത്രവുമല്ല, അവർക്ക് നയതന്ത്ര പരിചയമുണ്ടായിരുന്നു. ഗ്രീക്ക് സംസ്കാരത്തെക്കുറിച്ചും റോമൻ സംസ്കാരത്തെക്കുറിച്ചുമൊക്കെ ആവശ്യത്തിനുള്ള അറിവും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാനായിട്ട് സാധിക്കും. ദൗത്യസംഘത്തിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം സൗഹൃദവും സഖ്യവും സ്ഥാപിക്കുക എന്നതാണ്. ഗ്രീക്ക് ഭാഷയിൽ ഫിലിയ കായ് സുമ്മാക്കിയ എന്ന് പറയും. ഫിലിയ സൗഹൃദം, സുമ്മാക്കിയ സഖ്യം. സൗഹൃദമുണ്ടാകണം, സഖ്യമുണ്ടാകണം. ഈ രണ്ട് കാര്യങ്ങളും യവനകാലത്തിലെ നയതന്ത്ര ഭാഷയുടെ ഉദാഹരണങ്ങളാണ്. ഒരു ഡിപ്ലോമസിയുടെ നയതന്ത്രത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അന്നും ഇന്നും സൗഹൃദവും സഖ്യവുമാണ്. മറ്റു രാജ്യങ്ങളോട് സൗഹൃദത്തിലാവുക, സാധിക്കുന്നിടത്തോളം സഖ്യത്തിലാവുക. അങ്ങനെയാണ് ഒരു രാജ്യത്തിന് അതിൻ്റെ സുരക്ഷിതത്വവും വളർച്ചയും ഉറപ്പുവരുത്താൻ സാധിക്കുക. ഏതായാലും ഈ പ്രതിനിധി സംഘം തീർച്ചയായും വളരെ ദീർഘമായ യാത്ര നടത്തി. അവർ റോമിൽ എത്തി. അവരുടെ കാര്യങ്ങൾ റോമൻ കൂടിയാലോചനാ സംഘത്തിൻ്റെ സെനറ്റിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു. രണ്ട് കാര്യങ്ങളാണ് അവർക്ക് പറയാനുള്ളത്. ഒന്ന്, ശത്രുക്കളിൽ നിന്ന് തങ്ങൾക്ക് സംരക്ഷണം ലഭിക്കണം. സഖ്യത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ ലക്ഷ്യങ്ങൾ അതൊക്കെയാണ്. തങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് തങ്ങൾക്ക് സംരക്ഷണം ലഭിക്കണം. അതോടൊപ്പം തന്നെ പാരസ്പര്യം ഉള്ള ഒരു സൈനിക പ്രവൃത്തി, ഒരു മിലിറ്ററി കോഓപ്പറേഷൻ, ഇത് രണ്ടും. അപ്പോൾ മക്കബായ സൈന്യം റോമാ സൈന്യത്തിന് മിലിറ്ററി സപ്പോർട്ട് നൽകും. പക്ഷേ തിരിച്ചും റോമാക്കാർ മക്കബായർക്ക് സൈനിക
സംരക്ഷണം ഉൾപ്പെടെയുള്ള ഒരു സഹായം, സുരക്ഷിതത്വം നൽകണം, ഉറപ്പുവരുത്തണം. ഈ പ്രതിനിധി സംഘത്തിൻ്റെ ആവശ്യം റോമ സെനറ്റ് കൂടിയാലോചന സംഘം അനുഭാവപൂർവം പരിഗണിക്കുകയും അത് ഒരു സമാധാന ഉടമ്പടിയിലേക്ക് കടക്കുകയുമാണ് ഉണ്ടായത്. എപ്രകാരമാണ് ഈ സമാധാന ഉടമ്പടി സ്ഥാപിക്കപ്പെട്ടത്? ആ സമാധാന ഉടമ്പടിയുടെ ഉള്ളടക്കം എന്തായിരുന്നു എന്ന് തുടർന്ന് വരുന്ന വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. മക്കബായരുടെ 1-ാം പുസ്തകത്തിൻ്റെ 8-ാം അധ്യായം 22 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങൾ ഈ സമയം നമുക്ക് വായിക്കാം. സമാധാനത്തിൻ്റെയും സഖ്യത്തിൻ്റെയും സ്മാരകമായി ജെറുസലേമിൽ സ്ഥാപിക്കാൻ ഓട്ടുതകിടുകളിൽ എഴുതിയ മറുപടി കത്തിൻ്റെ പകർപ്പാണിത്. റോമാക്കാർക്കും യഹൂദ ജനതയ്ക്കും കടലിലും കരയിലും എക്കാലവും മംഗളം ഭവിക്കട്ടെ. വാളും വൈരിയും അവരിൽ നിന്ന് അകന്നിരിക്കട്ടെ. റോമാക്കാർക്കോ അവരുടെ അധീനതയിൽപ്പെട്ട ഏതെങ്കിലും സഖ്യരാജ്യത്തിനോ ആണ് ആദ്യം യുദ്ധഭീഷണി ഉണ്ടാകുന്നതെങ്കിൽ യഹൂദ ജനത സന്ദർഭത്തിനൊത്ത് അവരുടെ സഖ്യകക്ഷിയെപ്പോലെ സർവാത്മനാ പ്രവർത്തിക്കേണ്ടതാണ്. അവരോട് യുദ്ധം ചെയ്യുന്ന ശത്രുരാജ്യത്തിന് യഹൂദർ ധാന്യമോ ധനമോ ആയുധങ്ങളോ കപ്പലുകളോ കൊടുത്തുകൂടാ. ഇത് റോമാക്കാരുടെ തീരുമാനമാണ്. ഈ കടപ്പാടുകൾ ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ അവർ നിറവേറ്റേണ്ടതാണ്. അതുപോലെ യഹൂദർക്ക് ആദ്യം യുദ്ധത്തെ നേരിടേണ്ടി വന്നാൽ റോമാക്കാർ സഖ്യകക്ഷികളെപ്പോലെ സന്ദർഭാനുസരണം പ്രവർത്തിക്കണം. ശത്രുപക്ഷക്കാർക്ക് ധാന്യമോ ധനമോ ആയുധങ്ങളോ കപ്പലുകളോ അവർ നൽകിക്കൂടാ. ഇതും റോമായുടെ തീരുമാനം തന്നെ. ഈ കടമകൾ അവർ വഞ്ചന കൂടാതെ നിർവഹിക്കേണ്ടതാണ്. ഈ വ്യവസ്ഥകളിന്മേൽ റോമാക്കാർ യഹൂദ ജനതയുമായി ഉടമ്പടി ചെയ്യുന്നു. ഈ വ്യവസ്ഥകൾ നടപ്പിലായതിന് ശേഷം ഇതിൽ എന്തെങ്കിലും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ ഇരുകക്ഷികളും തീരുമാനിക്കുന്ന പക്ഷം തങ്ങളുടെ വിവേചനമനുസരിച്ച് അപ്രകാരം ചെയ്യാവുന്നതാണ്. അവർ വരുത്തുന്ന ഏതൊരു മാറ്റവും സാധുവായിരിക്കും. ദെമിത്രിയൂസ് രാജാവ് യഹൂദരോട് ചെയ്യുന്ന ദ്രോഹങ്ങളെക്കുറിച്ച് ഞങ്ങൾ ഇപ്രകാരം അവർക്ക് എഴുതിയിട്ടുണ്ട്. ഞങ്ങളുടെ സുഹൃത്തുക്കളും സഖ്യകക്ഷിയുമായ യഹൂദരെ നിങ്ങൾ പീഡിപ്പിക്കുന്നതെന്ത്? നിനക്കെതിരായി അവർ വീണ്ടും ഞങ്ങളോട് സഹായം അഭ്യർത്ഥിച്ചാൽ ഞങ്ങൾ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും കടലിലും കരയിലും നിന്നെ ആക്രമിക്കുകയും ചെയ്യും. മക്കബായരും റോമ റിപ്പബ്ലിക്കും തമ്മിൽ ഉള്ള ഔപചാരിക ഉടമ്പടി രേഖപ്പെടുത്തപ്പെട്ടു. ഈ ഉടമ്പടി അക്കാലത്ത് നിലവിലിരുന്ന പുരാതന മിഡിൽ ഈസ്റ്റേൺ ഉടമ്പടി പത്രികകളുടെ പ്രമാണസൂത്രങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ്. ആദ്യമായി തന്നെ ഒരു ആമുഖവാക്യമുണ്ട്. അവിടെ കക്ഷികളുടെ വിവരങ്ങളും വിലാസവും പറഞ്ഞിരിക്കുന്നു. അതിനുശേഷം പരസ്പര പ്രതിരോധ വ്യവസ്ഥകളെക്കുറിച്ച്, പരസ്പര സൈനിക ബാധ്യതകളെക്കുറിച്ച് സൂചിപ്പിച്ചിരിക്കുന്നു. തുടർന്ന് വ്യവസ്ഥകളും ഉപാധികളും എപ്രകാരമായിരിക്കും, ഉടമ്പടി പരിഷ്കരണത്തിനുള്ള സാഹചര്യം വന്നാൽ എപ്രകാരമായിരിക്കും ഈ ഉടമ്പടി പത്രിക പരിഷ്കരിക്കപ്പെടുക എന്ന് സൂചിപ്പിക്കുന്നു. അവസാനം ഉടമ്പടിയുടെ സ്ഥിരീകരണത്തിനായി നടത്തുന്ന ഏറ്റവും കോൺക്രീറ്റായ മൂർത്തമായ ഏത് കാര്യമാണ് എന്ന് സൂചിപ്പിക്കുന്നു. ഒന്നാമതായിട്ട് 23-ാം വാക്യത്തിൽ കക്ഷികളുടെ വിവരങ്ങളും വിലാസവും നൽകിയിട്ടുണ്ട്. ഇപ്രകാരമാണ്: റോമാക്കാർക്കും യഹൂദ ജനതയ്ക്കും കടലിലും കരയിലും എക്കാലവും മംഗളം ഭവിക്കട്ടെ. അപ്പോൾ കക്ഷികൾ റോമാക്കാരും യഹൂദരുമാണ് എന്ന് വ്യക്തമാക്കുന്നു. രണ്ടാമത് പരസ്പര പ്രതിരോധ വ്യവസ്ഥകളാണ്. 24-ാം വാക്യം മുതൽ 28-ാം വാക്യം വരെ സൈനിക ബാധ്യതകൾ എന്തൊക്കെയായിരിക്കുമെന്ന് സൂചിപ്പിക്കുന്നു.
യഹൂദർക്കും സൈനിക ബാധ്യതകളുണ്ട്, റോമാക്കാർക്കും സൈനിക ബാധ്യതകളുണ്ട്. യഹൂദരുടെ സൈനിക ബാധ്യത അനുസരിച്ച് റോമാക്കാർക്കോ അവരുടെ അധീനതയിൽപ്പെട്ട ഏതെങ്കിലും സഖ്യരാജ്യത്തിനോ ആണ് ആദ്യം യുദ്ധഭീഷണി ഉണ്ടാകുന്നതെങ്കിൽ യഹൂദ ജനത സന്ദർഭത്തിനൊത്ത് അവരുടെ സഖ്യകക്ഷിയെപ്പോലെ സർവാത്മന പ്രവർത്തിക്കേണ്ടതാണ്. റോമാക്കാരോട് യുദ്ധം ചെയ്യുന്ന ശത്രുരാജ്യത്തിന് യഹൂദർ ധാന്യമോ ധനമോ ആയുധങ്ങളോ ഒന്നും കൊടുത്തുകൂടാ. ഇന്ന് നാറ്റോ എല്ലാം പ്രവർത്തിക്കുന്ന രീതിയിലുള്ള ഒരു സഖ്യ ഉടമ്പടിയാണിത്. ഇതുപോലെ തന്നെ റോമാക്കാർക്കും ബാധ്യതകളുണ്ട്. അവരും യഹൂദർക്ക് ഒരു സഖ്യകക്ഷി എന്ന പോലെ സംരക്ഷണം നൽകണം, യഹൂദരുടെ ശത്രുക്കളെ ശത്രുക്കളായി പരിഗണിക്കണം, യാതൊരു വിധത്തിലുള്ള സഹായവും യഹൂദരുടെ ശത്രുക്കൾക്ക് നൽകരുത്. പിന്നീട് ഉടമ്പടി പരിഷ്കരിക്കേണ്ടി വന്നാൽ എന്താണ്, അതിനുള്ള ഉപാധികളും വ്യവസ്ഥകളുമാണ് പറയുന്നത്. ഈ വ്യവസ്ഥകൾ നടപ്പിലായതിന് ശേഷം ഇതിലെന്തെങ്കിലും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണമെങ്കിൽ ഇരു കക്ഷികളും അതിനുള്ള തീരുമാനമെടുക്കും. ഒടുവിൽ ഈ ഉടമ്പടി പത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ റോമാക്കാർ ദെമിത്രിയൂസ് രാജാവിന് ശാസനയും മുന്നറിയിപ്പും നൽകിക്കൊണ്ടാണ് ഈ വചനഭാവം അവസാനിക്കുന്നത്. തുടർന്നുള്ള 9-ാം അധ്യായം അടുത്ത ക്ലാസ് നമുക്ക് വിശദീകരിക്കാം.